നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGS മാരത്തോൺ ഡേ 11 ആണ്. എന്താണ് LGS മാരത്തോൺ എന്ന് അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് പറയാം. കേരള PSC, LDC, LGS പരീക്ഷകൾക്ക് 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളും അവ എങ്ങനെ പഠിക്കണമെന്നുള്ള കുറുക്ക് വഴികളുമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് സമയം കളയണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരം ഉത്തരായന രേഖ. 23.5 ഡിഗ്രി വടക്ക്. ഇത് മൊത്തവും പഠിച്ചു വെക്കണേ സുഹൃത്തുക്കളെ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരായന രേഖ. 23.5 ഡിഗ്രി വടക്കാണ്. ഇതിൽ എല്ലാ സുഹൃത്തുക്കൾക്കും ഡൗട്ട് ഉണ്ടാകുന്ന 2 പോയിന്റ് പറഞ്ഞു തരാം. ഒന്ന്, 23 കഴിഞ്ഞതിന് ശേഷം എത്ര ഡിഗ്രിയാണ് എന്ന് കുറച്ച് സുഹൃത്തുക്കൾക്ക് ഡൗട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇനി 23.5 ഡിഗ്രി അറിയാമെങ്കിൽ അത് വടക്കാണോ തെക്കാണോ എന്നും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ച് ക്ലിയർ ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ. 2+3 എത്രയാ സുഹൃത്തുക്കളെ? 5 ആണ്. അപ്പോ 23.5 ഡിഗ്രിയാണ് ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഉത്തരായന രേഖ എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. ഇനി ഉത്തരായന എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വടക്ക് ഭാഗമാണല്ലേ. ഉത്തരായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് ഭാഗം, ദക്ഷിണായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് ഭാഗം, അതുപോലെ പൂർവ്വഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിഴക്ക് ഭാഗം, പശ്ചിമ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പടിഞ്ഞാറ് ഭാഗവുമാണ്. അപ്പൊ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്കാണ്. വടക്കെന്ന് പറയാൻ കാരണം ഇവിടെ ഉത്തരായന രേഖ, ഉത്തരഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് ഭാഗം. ഉത്തരായന രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം 17. ഉത്തരായന രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം 17 ആണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം 17. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് 8 ആണ്. ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കടക്കുന്ന നദി മാഹി നദി. പഠിച്ചോളനെ, ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കടക്കുന്ന നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാഹി നദിയാണ്. ഉത്തരായന രേഖയോട് ചേർന്ന് കിടക്കുന്ന മെട്രോപൊളിറ്റൻ നഗരം അഹമ്മദാബാദ്. ഉത്തരായന രേഖയോട് ചേർന്ന് കിടക്കുന്ന മെട്രോപൊളിറ്റൻ നഗരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹമ്മദാബാദ് ആണ്. ഇത്രയും സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്തതായി ഉത്തരായന രേഖ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ 8 സംസ്ഥാനങ്ങളും ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇങ്ങനെ 8 സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഒന്നുകൂടി പറയാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി കോഡുണ്ട്. ഇത് ഒത്തിരി നാളായി PSC പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന കോഡാണ്. കോഡ് ഇത്രയേ ഉള്ളൂ. MD യും MGR ഉം JCB വാങ്ങി എന്നങ്ങ് പഠിക്കുക. MD യും MGR ഉം JCB വാങ്ങി എന്നങ്ങ് പഠിക്കുക. ഇതിൽ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുര, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസോറാം, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത് സംസ്ഥാനം, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ സംസ്ഥാനം, അതുപോലെ J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാർഖണ്ഡ്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാള്. ഒന്നുകൂടി പറയുവാണേ കോഡ്. MT യും MGR ഉം JCB വാങ്ങി എന്നങ്ങ് പഠിക്കുക. ഇത് പണ്ട് മുതലേ ഉള്ള ഒരു കോഡാണ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുര, അടുത്ത M എന്തെന്ന് ചോദിച്ചാൽ അത് മിസോറാം ആണ്, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ, J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാർഖണ്ഡ്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്, അതുപോലെ B എന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് എന്നുള്ളതാണ്. പഠിക്കുക. ചമ്പാരൻ സത്യാഗ്രഹം വർഷം 1917. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹം വർഷം 1917. ഏറ്റവും കൂടുതൽ PSC ഉദ്യോഗാർത്ഥികളെ തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. പക്ഷെ ഇനി നമുക്ക് തെറ്റില്ല. നമുക്ക് പഠിക്കാൻ ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞു തരാം സുഹൃത്തുക്കളെ. ഗാന്ധിജി സത്യാഗ്രഹം ചെയ്തത് ചെമ്പിനകത്തിരുന്നാണെന്നങ്ങ് പഠിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗാന്ധിജി സത്യാഗ്രഹം ഇരുന്നത് എവിടെയാണ്? ചെമ്പിനകത്താണ്. ആ ചെമ്പ് കൊണ്ടുപോയത് 17 പേരാണെന്ന് പഠിക്കുക. ആ ചെമ്പ് തലയ്ക്ക് ചുമന്നോട് തിരിച്ചു പോയത് എത്ര പേരാണ്? 17 പേരാണെന്ന് പഠിക്കുക. അപ്പോൾ 1917
മഹാത്മാഗാന്ധിജി ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ആരംഭിക്കുന്നു എവിടെയാണ്? ചമ്പാരനില്. പഠിച്ചു വെക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം, വർഷം 1918. പഠിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് ചോദിക്കുന്നെങ്കിൽ അത് അഹമ്മദാബാദ് മിൽ സമരമാണ്, വർഷം 1918. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ ആണ്. PSC 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ് ഇവ മൂന്നും. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീഹാർ സംസ്ഥാനം. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെയാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. പഠിച്ചോളണേ. ചമ്പാരൻ സത്യാഗ്രഹം നടന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാല് നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്നതാണ്. അഹമ്മദാബാദ് മിൽ സമരം നടന്നതിന് കാരണം പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് 35% വേതന വർധനവിന് വേണ്ടിയിട്ടാണ്. ഇപ്പോ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതേയുള്ള 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം വ്യക്തമായിട്ട് പഠിക്കുക. അഹമ്മദാബാദ് മിൽ സമരം നടന്നതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് നൽകേണ്ട 35% വേതനം ബ്രിട്ടീഷുകാർ തടഞ്ഞു വെച്ചു. ഇതിനെതിരെ ഗാന്ധിജി നടത്തിയ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം എന്നറിയപ്പെടുന്നത്, വർഷം 1918. മഹാത്മാഗാന്ധിജിയുടെ പ്രധാന സമരങ്ങള് 3 PSC സ്ഥിരം ചോദിക്കുന്നതാണ്. അത് 3 നമ്മൾ അങ്ങ് പഠിച്ചു വെക്കാൻ പോവാണ് കേട്ടോ. മഹാത്മാഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ പ്രധാനപ്പെട്ട 3 സമരങ്ങൾ PSCക്ക് ഇഷ്ടമുള്ള മേഖലയാണ്. ആ 3 സമരങ്ങൾ നമ്മൾ അങ്ങ് പഠിച്ചു വെക്കാൻ പോവുകയാണ്. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ഖേദ സത്യാഗ്രഹം. ഇത് 3 ആരാണ് നടത്തിയതെന്ന് PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ഖേദ സത്യാഗ്രഹം, ഇതെല്ലാം നടത്തിയത് ആരാണ്? മഹാത്മാഗാന്ധിജിയാണ്. അല്ലെങ്കിൽ ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഈസി ആയിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം. CA പഠിച്ച ഗാന്ധി ഖേദം പ്രകടിപ്പിച്ചു എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇനി ഇത് 3 പഠിച്ച് മനസ്സ് നിൽക്കുന്നില്ല എന്നുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. CA പഠിച്ച ഗാന്ധി ഖേദം പ്രകടിപ്പിച്ചു എന്നങ്ങ് പഠിക്കുക. C എന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്പാരൻ സത്യാഗ്രഹം, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹമ്മദാബാദ് മിൽ സമരം, ഗാന്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗാന്ധിജിയാണ്. ഖേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖേദ സത്യാഗ്രഹം. ഖേദ സത്യാഗ്രഹം നടന്ന വർഷം 1918 തന്നെയാണ്. ഖേദ സത്യാഗ്രഹം നടന്ന വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1918 തന്നെയാണ്. ആ ഭാഗവും കൂടി സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ സുഹൃത്തുക്കളെ? കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ്. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത കേരളീയൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കേളപ്പൻ. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത കേരളീയൻ ആരാണ്? കെ കേളപ്പനാണ്. കേരളീയൻ കെ കേളപ്പൻ. കിട്ടിയേ? ഗാന്ധിജി അപ്പോ കേരളത്തിൽ നിന്ന് സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? കെ കേളപ്പൻ. NSSന്റെ സ്ഥാപക പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഫാക്ട് ആണ് പറഞ്ഞത്. NSSന്റെ സ്ഥാപക പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാണ്. കേരളത്തിൽ കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കെ കേളപ്പൻ. കേരളത്തിലെ കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാണ്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയിലെ പ്രധാന നേതാവ് കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയിലെ പ്രധാന നേതാവ് കെ കേളപ്പനാണ്. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് അയിത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച വ്യക്തി കെ കേളപ്പൻ. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് അയിത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് അപ്രാപ്യം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. പഠിച്ചു വെക്കുക. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് എന്ന് പറയുന്നത് അപ്രാപ്യമായ കാര്യമാണ് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാരാണ്? കെ കേളപ്പനാണ്.
മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ കെ കേളപ്പനാണ്. പഠിച്ചോളുക. കേരളത്തിലെ സർവോദയ പ്രസ്ഥാനത്തിന്റെയും ഭൂദാന പ്രസ്ഥാനത്തിന്റെയും നേതാവായിരുന്നു ചോദിച്ചാൽ കെ കേളപ്പനാണ്. കേരളത്തിലെ സർവോദയ പ്രസ്ഥാനത്തിന്റെയും ഭൂദാന പ്രസ്ഥാനത്തിന്റെയും നേതാവായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാണ്. ഒന്നുകൂടി പറയുവാണ്, കെ കേളപ്പൻ PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. പഠിക്കുക. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. അതിനകത്ത് തന്നെ ഉണ്ട് കേരള കെ കേളപ്പൻ, കേരള കെ കേളപ്പൻ. പഠിക്കാലോ. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത കേരളീയനാരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. NSSന്റെ സ്ഥാപക പ്രസിഡന്റ് കെ കേളപ്പൻ. കേരളത്തിൽ കോഴിക്കോട് നിന്നും പയ്യന്നൂര് വരെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയിലെ പ്രധാന നേതാവ് കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ കേളപ്പൻ. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് അപ്രാപ്യം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ കെ കേളപ്പനാണ്. അതുപോലെ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. കേരളത്തിൽ സർവോദയ പ്രസ്ഥാനത്തിന്റെയും ഭൂദാന പ്രസ്ഥാനത്തിന്റെയും നേതാവാരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ നേതാക്കന്മാരും അവരുടെ അപരനാമങ്ങളുമാണ്. കേരളത്തിലെ നേതാക്കന്മാരും അവരുടെ അപരനാമങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കേരളമുണ്ട്, കേളപ്പനിലും കെ ഉണ്ട് അല്ലെ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കേരളത്തിലും കെ ഉണ്ട്, കേളപ്പനിലും കെ ഉണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പഠിക്കാമല്ലോ. ഈസിയാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. സുഭാഷ് മാസ് ആണെന്ന് അങ്ങ് പഠിച്ചു വെക്കണം കേട്ടോ. സുഭാഷ് മാസ് ആണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. മാസ് എന്ന് വെച്ചാൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് കേട്ടോ. അതിന്റെ ഷോർട്ട് ഫോം ആണ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. അപ്പോൾ സുഭാഷ് മാസ് ആണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. കേരള ലിങ്കൻ പണ്ഡിറ്റ് KP കറുപ്പൻ. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് അഗമാനന്ദ സ്വാമികളാണ്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ്? അഗമാനന്ദ സ്വാമികളാണ്. വിവേകം ഉണ്ടെങ്കിൽ ആനന്ദം ഉണ്ടാകുമെന്ന് നമുക്ക് പഠിച്ചു വെക്കുക. കേരള വിവേകാനന്ദൻ ആരെന്ന് ചോദിച്ചാൽ അത് അഗമാനന്ദ സ്വാമികളാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അക്കമ്മ ചെറിയാൻ. കേരളത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്. കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കമ്മ ചെറിയാനാണ്. അപ്പൊ ഇതങ്ങ് പഠിച്ചു വെക്കുക. അക്കമ്മ ചെറിയാൻ നമുക്ക് AC എന്ന് എഴുതിക്കൂടെ സുഹൃത്തുക്കളെ? അക്കമ്മ ചെറിയാൻ AC എന്ന് എഴുതിക്കൂടെ? അപ്പൊ തിരുവിതാംകൂറിലെ ഝാൻസി റാണിക്ക് AC ഉണ്ടായിരുന്നു. അങ്ങ് പഠിക്കുക. തിരുവിതാംകൂറിലെ ഝാൻസി റാണിക്ക് എന്തുണ്ടായിരുന്നു? AC ഉണ്ടായിരുന്നു. അതുപോലെ ACയിൽ ആർക്കുണ്ട് എന്നങ്ങ് പഠിക്കുക. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറഞ്ഞത്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാൻ. കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്. ഇതിനകത്ത് അക്കമ്മ ചെറിയാനെ നമ്മൾ AC എന്ന് ഷോർട്ട് ഫോമിൽ വിളിച്ചു. അപ്പൊ തിരുവിതാംകൂറിലെ ഝാൻസി റാണിക്ക് എന്തുണ്ട്? AC ഉണ്ടെന്ന് അങ്ങ് പഠിച്ചു വെക്കുക. അതുപോലെ ACക്കകത്ത് ആർക്കുണ്ട് എന്നങ്ങ് പഠിച്ചു വെക്കുക. ACക്കകത്ത് എന്തുണ്ട്? ആർക്കുണ്ടെന്ന് അങ്ങ് പഠിച്ചു വെക്കുക. അപ്പൊ കേരളത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നതും അക്കമ്മ ചെറിയാനാണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി അടുത്ത പോയിന്റിലേക്ക് വരുമ്പോഴാണ് സുഹൃത്തുക്കളെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. കേരളത്തിന്റെ ഝാൻസി റാണി ആണെങ്കിൽ അത് ആനി മസ്കരീൻ ആണ്. കേരളത്തിന്റെ ഝാൻസി റാണിയാണ് ചോദിക്കുന്നെങ്കിൽ അത് ആനി മസ്കരീൻ ആണ്. കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? ആനി മസ്കരീൻ ആണ്. ഇത് പഠിക്കാൻ ഒരു ചെറിയ ഐഡിയ പറഞ്ഞു തരാം. കേരളത്തിന്റെ ഝാൻസി മാസ് ആണ് എന്നങ്ങ് പഠിക്കുക. എന്താണ് കേരളത്തിലെ ഝാൻസി എന്ന് പറയുന്നത്? മാസ് ആണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. കേരളത്തിലെ ഝാൻസി എന്താണ്? മാസ് ആണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പോ കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? ആനി മസ്കരീൻ ആണ്. നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കണേ സുഹൃത്തുക്കളെ. ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾക്ക് PSC നെഗറ്റീവ് മാർക്ക് നേടിക്കൊടുത്ത പോയിന്റ് ആണ് പറഞ്ഞത്. കേരള
സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യാ സ്പാർക്ക് കണ്ടേ എന്നങ്ങ് പഠിച്ചു വെക്കണം കേട്ടോ. അയ്യാ കേരളത്തിലെ സ്പാർക്ക് കണ്ടേ എന്നങ്ങ് പഠിച്ചു വെക്കുക. അയ്യാ കേരളത്തിലെ സ്പാർക്ക് കണ്ടേ എന്നങ്ങ് പഠിച്ചു വെച്ചാലും മതി സുഹൃത്തുക്കളെ. അതുകൊണ്ട് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. ഭാരതകേസരി മന്നത്ത് പത്മനാഭനാണ്. ഭാരതകേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവ മേനോനാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? KP കേശവ മേനോനാണ്, മറക്കരുത്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയുമാണ്, മറക്കരുത്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KP കേശവ മേനോനും തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ചോദിച്ചാൽ അത് ബാരിസ്റ്റർ GP പിള്ളയുമാണ്. അപ്പൊ പഠിക്കുക. KVV ആണ് ചോദിക്കുന്നെങ്കിൽ, കേരള വന്ധ്യവയോധികനാണ് ചോദിക്കുന്നെങ്കിൽ അത് KPK എന്ന് പഠിക്കുക. കണ്ടോ കേരളം കിടക്കുന്നുണ്ടോ? കേരളം KP കേശവ മേനോൻ, രണ്ടിടത്തും K കിടക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അപ്പോ കേരള വന്ധ്യവയോധികൻ അല്ലെങ്കിൽ കേരളത്തിന്റെ വന്ധ്യവയോധികൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് KP കേശവ മേനോൻ, K ഉള്ള ഒരാളായിരിക്കണം ഉത്തരമായി വരേണ്ടത്. അപ്പോ കേരളത്തിലെ വന്ധ്യവയോധികൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്തായിട്ട് വരണം? K ഉള്ള ഒരാളായിരിക്കണം വരേണ്ടത്. രണ്ടാമത് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BGP എന്നങ്ങ് പഠിച്ചു വെക്കുക. ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ചോദിച്ചാൽ അതാരാണ്? BGP ആണ്. അതാരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അല്ലെങ്കിൽ പഠിക്കുക, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദയായിരുന്നു എന്നങ്ങ് പഠിക്കുക. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എങ്ങനെയായിരുന്നു? ദാദയായിരുന്ന വ്യക്തിയാണെന്നങ്ങ് പഠിക്കുക. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദയായിരുന്നു എന്നങ്ങ് പഠിക്കുക. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. കേരള നെപ്പോളിയൻ എന്ന് പറയുന്നത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാൻ. കേരള ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഈ ഭാഗത്ത് നിന്ന് 1 മാർക്ക് സുഹൃത്തുക്കൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോഴുള്ള PSCയുടെ പല എക്സാമുകളിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാൻ സുഹൃത്തുക്കൾ ശ്രമിക്കുക. ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതൽ കൽക്കരിയാണ്. പഠിക്കുക. ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? കൽക്കരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. പഠിച്ചു വെച്ചോളെ. 2024 കണക്ക് പ്രകാരമാണ് കേട്ടോ. 2024 കണക്ക് പ്രകാരമാണ് പറഞ്ഞത്. പഴയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് കാണും. ഉത്തരം ശരിയല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഇപ്പോഴാരാണ്? ജാർഖണ്ഡ് ആണ്. 2ാം സ്ഥാനം ഒഡീഷ. 2ാം സ്ഥാനം ആരാണ്? ഒഡീഷ. 3ാം സ്ഥാനമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ്. 4ാം സ്ഥാനം ബംഗാൾ. പഠിച്ചു വെക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ജാർഖണ്ഡ് ആണ്. 2024 കണക്ക് പ്രകാരമാണ് നമ്മൾ ഇത് പറഞ്ഞത്. 2ാം സ്ഥാനം ഒഡീഷ, 3ാം സ്ഥാനം ഛത്തീസ്ഗഡ്, 4ാം സ്ഥാനം ബംഗാളാണ്. ഇന്ത്യയുടെ കൽക്കരി ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. പഠിച്ചു വെച്ചോളെ. ഇന്ത്യയുടെ കൽക്കരി ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ജാർഖണ്ഡ് ആണ്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ്. ഇന്ത്യയുടെ കൽക്കരി ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ്. ഇന്ത്യയിൽ വൈദ്യുത ഉൽപാദനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽക്കരിയാണ്. ഇന്ത്യയിലെ വൈദ്യുത ഉൽപാദനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കരിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് താപവൈദ്യുതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വൈദ്യുത ഉൽപാദനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽക്കരിയാണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി പാഠങ്ങൾ പഠിക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കുക. ജാറിയ ജാർഖണ്ഡ്. പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ജാറിയ ജാർഖണ്ഡ്. റാണിഗഞ്ച് ബംഗാള്. റാണിഗഞ്ച് എവിടെയാ സ്ഥിതി ചെയ്യുന്ന സുഹൃത്തുക്കളെ? ബംഗാള്. കോർബ കൽക്കരിപ്പാടം ഛത്തീസ്ഗഡ്. കോർബ കൽക്കരിപ്പാടം ഛത്തീസ്ഗഡ്. ഹിംഗിരി ഒഡീഷ. ഹിംഗിരി ഒഡീഷ. നെയ്വേലി തമിഴ്നാട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. നെയ്വേലി തമിഴ്നാട്. കമ്പത് മഹാരാഷ്ട്ര. കമ്പത് എവിടെയാണ്? മഹാരാഷ്ട്ര. ലെസോ ആസാം. ലെസോ ആസാം. ലെസോ ആസാം. പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ലെസോ ആസാം. ധാരൻഗിരി മേഘാലയ. ധാരൻഗിരി എവിടെയാണ്? മേഘാലയ. കോതകുണ്ഠം അതുപോലെ തന്നെ സിംഹരേണി തെലങ്കാന. ഇത് രണ്ടും PSC 50ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്.
കോതകുണ്ഠവും അതുപോലെ തന്നെ സിംഹരേണിയും തെലുങ്കാനയാണ്. ഇനി സിംഗ്രൗലിയും സോഹൻപൂറും മധ്യപ്രദേശാണ്. സിംഗ്രൗലിയും സോഹൻപൂറും എവിടെയാണ്? മധ്യപ്രദേശാണ്. ഇതും 50-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ്. ഇതിൽ സിംഹരേണി നല്ലോല പഠിച്ചോളണേ, തെലുങ്കാന. അതുപോലെ തന്നെ സിംഗ്രൗലി പഠിച്ചോളണം, എവിടെയാണത്? മധ്യപ്രദേശ്. ഇത് രണ്ടും PSC ചോദിച്ചിട്ട് ഓപ്ഷൻ അത് തെലുങ്കാനയും മധ്യപ്രദേശും തന്നിരിക്കും. കൺഫ്യൂഷൻ ഉണ്ടാകും, അതുകൊണ്ട് വ്യക്തമായി പഠിക്കുക. സിംഹരേണി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെലുങ്കാനയും, സിംഗ്രൗലി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശ് സംസ്ഥാനത്തിലുമാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരിപ്പാടങ്ങൾ ഒന്നുകൂടി പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കള്. ജാറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാർഖണ്ഡ് ആണ്, പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. റാണിഗഞ്ച് ബംഗാള്, കോർബ ഛത്തീസ്ഗഡ്, ഹിംഗിരി ഒഡീഷ, നെയ്വേലി തമിഴ്നാട്, കമ്പത്ത് മഹാരാഷ്ട്ര, ലെസോ ആസാം, താരൺഗിരി മേഘാലയ, കോതകുണ്ഠവും സിംഹരേണിയും തെലുങ്കാന, സിംഗ്രൗലി ആണെങ്കിൽ അത് മധ്യപ്രദേശ്, സോഹൻപൂർ ആണെങ്കിൽ അത് എവിടെയാണ്? മധ്യപ്രദേശ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട, നമ്മളെ കയ്യിൽ ഒരു സിമ്പിൾ കോഡ് ഉണ്ട്. ഒരു 6 തവണയെങ്കിലും നിങ്ങൾ കോഡ് ദയവായിട്ട് എഴുതി പഠിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ മറന്നുപോകും സുഹൃത്തുക്കളെ. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നമുക്ക്. തമിഴ് നെയ് കൊണ്ട് ഹോമം നടത്തിയ KC കമല മേഘാധരനായ ബെന്നിന്റെ റാണിയായി. മറക്കരുത്, കോടെന്താ പറഞ്ഞത്? തമിഴ് നെയ് കൊണ്ട് ഹോമം നടത്തിയ KC കമല മേഘാധരനായ ബെന്നിന്റെ റാണിയായി എന്നങ്ങ് പഠിക്കുക. പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ സുഹൃത്തുക്കളെ. ഇനി നമുക്ക് അവന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. തമിഴ് നെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്വേലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്. അപ്പോ നെയ്വേലി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ സുഹൃത്തുക്കളെ? തമിഴ്നാടാണ്. ഇനി ഹോമത്തിന്റെ HO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിംഗിരി ഒഡീഷ. മറക്കല്ലേ, ഹോമത്തിന്റെ HO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിംഗിരി ഒഡീഷയാണ്. KC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർബ ഛത്തീസ്ഗഡ്. KC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർബ ഛത്തീസ്ഗഡ്. ഇനി കമല എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ എങ്ങനെ എഴുതിയിരിക്കുന്നത്? KMLA എന്നാണ് കേട്ടോ. അതുകൊണ്ട് കംല എന്നങ്ങ് വായിച്ചാൽ മതി. കമല എന്നല്ല ഞാൻ എഴുതിയിരിക്കുന്നത്, കംല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൽ KM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പത്ത്, അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ്. അതുപോലെ LA എന്ന് എഴുതിയിരുന്ന അത് ലെസോയാണ്, അത് ആസാം സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. LA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസോയാണ്, അത് ആസാം സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. KM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പത്താണ്, മഹാരാഷ്ട്ര സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി മേഘധരനായത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരൻഗിരി എവിടെ സ്ഥിതി ചെയ്യുന്നു? മേഘാലയ. മേഘാധരനായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധാരൻഗിരി മേഘാലയ. ഇനി ബെന്നിന്റെ റാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാണിഗഞ്ച്, അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. ബെന്നിന്റെ റാണിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാണിഗഞ്ച് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ബംഗാളിലാണ്. ഒന്നുകൂടി കോഡ് പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കള്. തമിഴ് നെയ് കൊണ്ട് ഹോമം നടത്തിയ KC കമല മേഘാധരനായ ബെന്നിന്റെ റാണിയായി എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇതിൽ തമിഴ് നെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്വേലി തമിഴ്നാട്, ഹോമത്തിന്റെ ഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിംഗിരി ഒഡീഷ, KC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർബ ഛത്തീസ്ഗഡ്. ഇനി കമലേര KM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പത്ത് മഹാരാഷ്ട്ര, LA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസോ ആസാമാണ്. അതുപോലെ മേഘാധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധാരൻഗിരി മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ബെന്നിന്റെ റാണിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാണിഗഞ്ച് ബംഗാള്. ഒരു 5 തവണയെങ്കിലും അല്ലെങ്കിൽ ഒരു 6 തവണയെങ്കിലും സുഹൃത്തുക്കൾ ഇത് എഴുതി പഠിക്കാൻ തന്നെ ശ്രമിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ചന്ദ്രയാൻ. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ പദ്ധതി ആരംഭിച്ച വർഷം 2003 പഠിച്ചു വെക്കുക. ചന്ദ്രയാൻ പദ്ധതി ആരംഭിച്ച വർഷം 2003. ചന്ദ്രയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. മറക്കരുത്, ചന്ദ്രയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണ്. 2003. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ഇപ്പോഴും PSCയുടെ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ് പറഞ്ഞത്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം PSLV C-11. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം ഏതാ സുഹൃത്തുക്കളെ? PSLV C-11. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അത്
സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. അപ്പോൾ ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണത്തറ എന്നറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ചന്ദ്രയാൻ 1 ആയാലും 2 ആയാലും 3 ആയാലും എല്ലാം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മൾ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണത്തറ എന്ന് ചോദിച്ചാൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. പ്രധാനമായും ചന്ദ്രയാൻ 1ന്റെ കണ്ടെത്തൽ എന്തെന്ന് ചോദിച്ചാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. എന്താണ് പ്രധാനപ്പെട്ട ചന്ദ്രയാൻ 1ന്റെ കണ്ടെത്തൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. ചന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം അവസാനിച്ച വർഷം 2009 ഓഗസ്റ്റ് 28-നാണ്. ചന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം അവസാനിച്ച വർഷം 2009 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ ജി മാധവൻ നായർ ആയിരുന്നു. ഇത് രണ്ടും പഠിക്കണേ. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് ആയിരുന്നു. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ ജി മാധവൻ നായർ ആയിരുന്നു. പഠിച്ചു വെക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ചന്ദ്രയാൻ 2നെ പറ്റി. PSCയുടെ ട്രെൻഡിങ്ങിൽ കിടക്കുന്നതാണ്. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 2 ആണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി 2019 ജൂലൈ മാസം 22-ാം തീയതി. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി എത്രയാണ്? 2019 ജൂലൈ മാസം 22-ാം തീയതി. ചന്ദ്രയാൻ 2 ആയതുകൊണ്ട് ജൂലൈ 22-ന് എന്ത് ചെയ്തു? നമ്മൾ വിക്ഷേപിച്ചു എന്നങ്ങ് പഠിച്ചു വെക്കുക. വർഷം എത്രയാണ്? 2019. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം GSLV Mark 3 M1 ആണ്. GSLV Mark 3 M1 ആണ് ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാനായിട്ട് ഉപയോഗിച്ച വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണത്തറ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണത്തറ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന ലാൻഡർ ആയിരുന്നു വിക്രം ലാൻഡർ. ചന്ദ്രോപരിതലത്തിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന റോവർ ആയിരുന്നു പ്രഗ്യാൻ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. PSCയുടെ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്, അതും നമുക്ക് പറയാം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന ലാൻഡർ ചോദിച്ചാൽ അത് വിക്രം ലാൻഡർ ആണ്. ചന്ദ്രോപരിതലത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന റോവർ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രഗ്യാൻ ആണ്. എന്താ സുഹൃത്തുക്കളെ ലാൻഡറും റോവറും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആദ്യം മനസ്സിലാക്കുക. ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവന് മൂവ്മെന്റ് ഒന്നുമില്ല. അവൻ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് അതുപോലെ നിശ്ചല അവസ്ഥയിൽ ഇരിക്കും. ഇതിനെയാണ് ലാൻഡർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്താണ് റോവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ചലിക്കുന്ന ചക്രങ്ങൾ കാണും. ഇവനകത്ത് ഈ റോവറിനകത്ത് എന്തുണ്ട്? ചലിക്കുന്ന അല്ലെങ്കിൽ മോട്ടോർ ഉപയോഗിച്ച് ചലിക്കുന്ന ചക്രങ്ങൾ കാണും. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മൂവ്മെന്റ് സാധ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ വിക്ഷേപിക്കുന്നത് ആ ലൊക്കേഷനിൽ എത്തിയതിനു ശേഷം ഇവൻ ആ ലൊക്കേഷനിൽ കൂടെ സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ട്. അപ്പോ റോവറുകൾ ഉരുണ്ട് പ്രദേശങ്ങളെല്ലാം പഠിക്കുമ്പോൾ ലാൻഡർ ഒരു പ്രദേശത്തെത്തി ആ പ്രദേശത്തിലെ പ്രത്യേക ഒരു ഭാഗം മാത്രം എന്ത് ചെയ്യും? പഠിക്കുവാൻ എന്ത് ചെയ്യും? ശ്രമിക്കുക. അപ്പൊ ഈ ഒരു ഭാഗം സുഹൃത്തുക്കൾ ഓർത്തു വെച്ചേക്കുക. എന്താണ് റോവർ എന്നും എന്താണ് ലാൻഡർ എന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് വേണം മുന്നോട്ട് പോവാനായിട്ട്. അപ്പോ ചന്ദ്രയാനിലുണ്ടായിരുന്ന ലാൻഡർ എന്ന് ചോദിച്ചാൽ അത് വിക്രവും, അതുപോലെ ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ചന്ദ്രയാനിലുണ്ടായിരുന്ന റോവർ എന്ന് ചോദിച്ചാൽ അത് പ്രഗ്യാനുമാണ്. ചന്ദ്രയാൻ 2ന് ചന്ദ്രനിലെത്തിയ തീയതി 2019 ഓഗസ്റ്റ് 20. എല്ലാ 2ന്റെ കളിയാണ് കേട്ടോ. ചന്ദ്രയാൻ 2 ചന്ദ്രനിലെത്തിയ തീയതി ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഓഗസ്റ്റ് 20-ലാണ്. അതിൽ 2 ഉണ്ട്. ഓഗസ്റ്റ് 20-ലാണ്. ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത. ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിതയാണ്. ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ റിതു കരിന്താൾ. ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ആരാണ്? റിതു കരിന്താൾ ആണ്. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ കെ ശിവൻ ആയിരുന്നു. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? കെ ശിവൻ ആയിരുന്നു. ഇത്രയും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നന്നായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 3 ആണ്. ഇത് നമ്മുടെ കറണ്ട് അഫേഴ്സ് ആണ്. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ചന്ദ്രയാൻ 3 എന്നുള്ളത് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ട തീയതി 2023 ജൂലൈ മാസം 14-ാം തീയതി. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ട തീയതി എത്രയാണ്? 2023 ജൂലൈ മാസം
14-ാം തീയതി. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച എത്രയിലാണ്? 2023 ചന്ദ്രയാൻ 3 2023 വിക്ഷേപിച്ചതെന്ന് പഠിക്കുക. ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനമാണ് LMV-3M4 റോക്കറ്റ്. LMV-3M4 റോക്കറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ GSLV Mark 3 റോക്കറ്റിന്റെ പേര് മാറ്റിയിരുന്നു എന്നുള്ളത്. അതിന്റെ പുതിയ നാമമാണ് LMV-3 എന്നുള്ളത്. അപ്പോൾ LMV-3M4 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ചന്ദ്രയാൻ 3 നമ്മൾ വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തറ നമുക്ക് എല്ലാം അറിയാം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. അതിനെടുത്ത് പറയുന്നില്ല. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ മിഷന്റെ. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതി. 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതി. 23 പഠിക്കാൻ എളുപ്പമല്ലേ? 23 മറക്കരുത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യയായി. അങ്ങനെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യം ആരായി മാറി? ഇന്ത്യയായി മാറി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഒന്നുകൂടി പറയുവാണ്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 23. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യമായി അങ്ങനെ ഇന്ത്യ മാറി. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം ലാൻഡർ. പഴയ ലാൻഡറും പഴയ റോവറും തന്നെയാണ്, പേരിന് ഒരു വ്യത്യാസവുമില്ല. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം ലാൻഡർ. വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്ത് അറിയപ്പെടുന്ന പുതിയ പേരാണ് ശിവശക്തി. പഠിച്ചു വെച്ചോളെ. വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശം അറിയപ്പെടുന്ന പുതിയ പേരാണ് ശിവശക്തി. ഏതൊക്കെ ചാന്ദ്ര ഗർത്തങ്ങൾക്കിടയിലാണ് വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എന്ന് പഠിച്ചു വെച്ചിരിക്കുക. മാൻസിനസ് സിയും അതുപോലെ തന്നെ സിംപേലിയസ് N എന്നീ 2 ഗർത്തങ്ങൾക്കിടയിലാണ് ആരിറങ്ങിയത്? വിക്രം ലാൻഡർ ലാൻഡ് ചെയ്തത്. പഠിക്കുക. മാൻസിനസ് സിയും അതുപോലെ തന്നെ സിംപേലിയസ് Nഉം എന്ന് പറയുന്ന 2 ഗർത്തങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ക്രേറ്ററുകൾക്കിടയിലാണ് ആരിറങ്ങിയത്? നമ്മുടെ വിക്രം ലാൻഡർ ഇറങ്ങിയതെന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് വിക്രം ലാൻഡറിന്റെ ഭാഗമായിട്ട് കുറച്ച് ഉപകരണങ്ങൾ കൂടിയുണ്ട്. PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് വിക്രം ലാൻഡറിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ISRO നിർമ്മിത ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ചന്ദ്രോപരിതലത്തിലെ പ്ലാസ്മയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റംഭ LP എന്നുള്ള ഉപകരണം വിക്രം ലാൻഡറിൽ ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന പ്ലാസ്മയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി റംഭ LP എന്ന് പറയുന്ന ഉപകരണം എന്തിൽ കണക്ട് ചെയ്തിരുന്നു? നമ്മുടെ വിക്രം ലാൻഡറിൽ ഉണ്ടായിരുന്നു. ചന്ദ്രോപരിതലത്തിലെ താപനിലയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണമായിരുന്നു ചാസിറ്റ്. എന്താ അവന്റെ പേര്? ചാസിറ്റ് എന്നായിരുന്നു. എന്താ അവന്റെ ഫുൾ ഫോം എന്ന് സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചന്ദ്രയാൻ സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ്. എന്താണ് ചന്ദ്രയാൻ സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നാണ് ഈ ചാസറ്റിന്റെ പേരെന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ഇലിസ എന്ന ഉപകരണം ഉപയോഗിച്ചു. ഒന്നുകൂടി പറയാം. ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇലിസ എന്ന് പറയുന്ന ഉപകരണം എന്ത് ചെയ്തു? ഘടിപ്പിച്ചിരുന്നു വിക്രം ലാൻഡറിൽ. ഈ ഇലിസ ഉപകരണത്തിന്റെ ഫുൾ ഫോം എന്നുകൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റി എന്നാണ് ഈ പറയുന്ന ഉപകരണത്തിന്റെ പേരെന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഒന്നുകൂടി പറയുവാണ്. ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഉപകരണം അറിയപ്പെടുന്ന പേരാണ് ഇലിസ എന്നുള്ളത്. ഈ ഇലിസയുടെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റീസ് എന്നാണ്. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റീസ് എന്നാണ്. ചന്ദ്രയാൻ 3 റോവർ ആയിരുന്നു പ്രഗ്യാൻ. നേരത്തെ റോവർ തന്നെയാണ്. ചന്ദ്രയാൻ 2 അതേ റോവർ തന്നെയാണ് ചന്ദ്രയാൻ 3 ഉപയോഗിച്ചത്. അവന്റെ പേരെന്താണ്? പ്രഗ്യാൻ എന്നാണ്. പ്രഗ്യാൻ റോവറിന്റെ ഭാഗമായുള്ള ഉപകരണം കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചന്ദ്രയാൻ 3 ഇവിടെ അവസാനിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് സമയം കളയേണ്ട. പ്രഗ്യാൻ റോവറിന്റെ ഭാഗമായിട്ടുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയെന്നുള്ളത് പഠിക്കാം.
ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആപ്6 എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചു. APXS എന്നുള്ള ഉപകരണം, ആപ്6 എന്നുള്ള ഉപകരണം ഉപയോഗിച്ചു. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആപ്6 എന്ന ഉപകരണം ഉപയോഗിച്ചു. അതിന്റെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കൾ ഒന്ന് കേട്ടിരുന്നാൽ മതി. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് ആപെക്സിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ചന്ദ്രോപരിതലത്തിലെ രാസഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടി ലിപ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു പ്രഗ്യാൻ റോവറിൽ. ഒന്നുകൂടി പറയാം, ചന്ദ്രോപരിതലത്തിലെ രാസഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലിബ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു നമ്മുടെ പ്രഗ്യാൻ റോവറിൽ. ആ ലിബ്സിന്റെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചാൽ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് ആ ഉപകരണത്തിന്റെ ഫുൾ പേരെന്ന് പറയുന്നത്. ഈ ഫുൾ പേരെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ ദൗത്യം എത്ര ദിനങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, 14 ഭൗമ ദിനങ്ങളാണ്. എത്ര ദിനങ്ങളാ സുഹൃത്തുക്കളെ? 14 ഭൗമ ദിനങ്ങളാണ്. ഭൂമിയിലെ 14 ദിവസങ്ങളാണ് എന്ത് ചെയ്തത്? ചന്ദ്രയാൻ 3 അതിന്റെ ദൗത്യം നടത്തിയത്. അതായത് അതൊരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ അത് ചന്ദ്രനിലെ ഒരു ദിനത്തിന് തുല്യമാണ്. എത്രയെന്ന് പറയുന്നത്? ഭൂമിയിലെ 14 ദിനം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ചന്ദ്രയാൻ 3ന്റെ ദൗത്യം എത്ര ദിനങ്ങൾ നീണ്ടു നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 14 ഭൗമ ദിനങ്ങൾ നീണ്ടു നിന്നു. ഇപ്പോഴങ്ങോട്ട് കറണ്ട് അഫേഴ്സ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. 14 ഭൗമ ദിനങ്ങൾ എന്ത് ചെയ്തു? നീണ്ടു നിന്നു. ഇതെന്ന് പറയുന്നത് ഒരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്. ഈ 14 ഭൗമ ദിനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ മലയാളിയായിട്ടുള്ള S സോമനാഥനാണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ S സോമനാഥനാണ്. പഠിക്കുക. അടുത്തതായി പഠിക്കുവാനുള്ളതാണ് ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഇതിൽ പറയുന്നതെല്ലാം ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ കൃഷി. ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ? മുയൽ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെറികൾച്ചർ പട്ടുനൂൽ കൃഷി. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടുനൂൽ കൃഷി. പിസികൾച്ചർ മത്സ്യകൃഷി. പിസികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? മത്സ്യകൃഷി. വിറ്റികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി കൃഷി. വിറ്റികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്തിരി കൃഷി. ഒലേറികൾച്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി. ഒലേറികൾച്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി. മാരികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ മത്സ്യ കൃഷി. മാരികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ മത്സ്യ കൃഷി. എപ്പികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ച കൃഷി. എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? തേനീച്ച കൃഷി. ഒന്നുകൂടി പറയുവാണ്, സെറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുനൂൽ കൃഷി, പിസികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യകൃഷി, വിറ്റികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി കൃഷി, ഒലേറികൾച്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി, മാരികൾച്ചർ എന്ന് പറഞ്ഞാൽ കടൽ മത്സ്യകൃഷി, എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ തേനീച്ച കൃഷി. ഇവയെല്ലാം PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് ഇത് പഠിക്കാതെ പോവരുത് സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഈസി കോഡ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പച്ച ഓല കൊണ്ട് പട്ടുടുത്ത സെറി മുന്തിരി വിറ്റ് കടൽമാരി സമയത്ത് MPC വാങ്ങി എന്നങ്ങ് പഠിക്കുക. പച്ച ഓല കൊണ്ട് പട്ടുടുത്ത സെറി മുന്തിരി വിറ്റ് കടൽമാരി സമയത്ത് MPC വാങ്ങി എന്നങ്ങ് പഠിക്കുക. MPC വാങ്ങി എന്നങ്ങ് പഠിക്കുക. പച്ച ഓല എന്ന് പറഞ്ഞാൽ ഒലേറി കൾച്ചർ പച്ചക്കറി കൃഷി. പച്ച ഓല എന്ന് പറഞ്ഞാൽ ഒലേറി കൾച്ചർ പച്ചക്കറി കൃഷി. പട്ടുടുത്ത സെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറികൾച്ചർ പട്ടുനൂൽ കൃഷി. പട്ടുടുത്ത സെറി എന്ന് പറഞ്ഞാൽ സെറികൾച്ചർ പട്ടുനൂൽ കൃഷി. മുന്തിരി വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റികൾച്ചർ മുന്തിരി കൃഷി. മുന്തിരി വിറ്റു എന്ന് പറഞ്ഞാൽ വിറ്റികൾച്ചർ മുന്തിരി കൃഷി. കടൽമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരികൾച്ചർ കടൽ മത്സ്യ കൃഷി. കടൽമാരി എന്ന് പറഞ്ഞാൽ മാരികൾച്ചർ കടൽ മത്സ്യ കൃഷി. MPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസികൾച്ചർ മത്സ്യകൃഷി. അതിൽ PC എന്ന് പറഞ്ഞാൽ പിസികൾച്ചർ, അതുപോലെ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യകൃഷി. ഒന്നുകൂടി പറയുവാണേ, പച്ച ഓല കൊണ്ട് പട്ടുടുത്ത സെറി മുന്തിരി വിറ്റു കടൽമാരി സമയത്ത് MPC വാങ്ങി. പച്ച ഓല എന്നതിൽ ഓല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലേറികൾച്ചർ, പച്ച എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി. അപ്പോ ഒലേറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി. പട്ടുടുത്ത സെറിയില് സെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറികൾച്ചർ, പട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുനൂൽ കൃഷി. അപ്പോ സെറികൾച്ചർ എന്നറിയപ്പെടുന്നത് പട്ടുനൂൽ കൃഷി. മുന്തിരി വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റികൾച്ചർ. മുന്തിരി എന്ന് വെച്ചാൽ നമ്മുടെ മുന്തിരി കൃഷി. അപ്പൊ മുന്തിരി കൃഷി അറിയപ്പെടുന്ന പേരാണ് വിറ്റികൾച്ചർ. കടൽമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരി എന്ന് പറഞ്ഞാൽ മാരികൾച്ചർ. അതുപോലെ കടൽ എന്ന് വെച്ചാൽ കടൽ മത്സ്യകൃഷി. തമ്മിൽ തിരിഞ്ഞു പോയാൽ എന്താണ്? കടൽ മത്സ്യകൃഷി. അപ്പോ മാരികൾച്ചർ എന്നറിയപ്പെടുന്നത് കടൽ മത്സ്യകൃഷി. MPC എന്ന് പറയുന്നതിൽ PC എന്ന് വെച്ചാൽ പിസികൾച്ചർ,
അതുപോലെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യകൃഷി. അപ്പൊ മത്സ്യങ്ങളെ കൃഷി ചെയ്യുന്നെങ്കിൽ അത് പിസികൾച്ചറും, കടൽ മത്സ്യങ്ങളെ കൃഷി ചെയ്യുവാണെങ്കിൽ അവ അറിയപ്പെടുന്ന പേരാണ് മാരികൾച്ചറും. തമ്മിൽ തിരിഞ്ഞു പോകരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സ്വാതന്ത്ര്യ സമര കാലത്ത് മുദ്രാവാക്യം ഉയർത്തിയതാരാണ്? ഗാന്ധിജിയാണ്. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സ്വാതന്ത്ര്യ സമര കാലത്ത് മുദ്രാവാക്യം ഉയർത്തിയതാരെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അരവിന്ദ ഘോഷാണ്. അപ്പോ അരവിന്ദ ഘോഷാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രത്തിന് ജീവശ്വാസം, രാഷ്ട്രീയം എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തി ആരാണ്? അരവിന്ദനാണ്. പഠിച്ചു വെക്കുക, രാഷ്ട്രത്തിന്റെ ജീവശ്വാസം രാഷ്ട്രീയമാണ് എന്ന് വിചാരിച്ചിരുന്ന വ്യക്തി ആരാണ്? അരവിന്ദനാണ്. ഇത് കോഡിന് വേണ്ടി പറഞ്ഞതാണ്, ഓർത്തു വെക്കുക. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിന് ആവശ്യമെന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിന് ആവശ്യമെന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. വിവേകമുള്ളവന്റെ മാംസം ഇരുമ്പ് പോലെയും ഞരമ്പ് ഉരുക്ക് പോലെയും ഇരിക്കുമെന്ന് ഓർത്തു വെച്ചേക്കുക. വിവേകമുള്ളവന്റെ മാംസം ഇരുമ്പ് പോലെയും അതുപോലെ ഞരമ്പ് ഉരുക്ക് പോലെയും ഇരിക്കുമെന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോ ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിന് ആവശ്യമെന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തി ദയാനന്ദ സരസ്വതി. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. വീരേശലിംഗം പന്തുലു. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് ആരാണ്? വീരേശലിംഗം പന്തുലു. വിദ്യാസമ്പന്നരായി കഴിഞ്ഞാല് അവർക്ക് എന്താണ്? വീരന്മാരാകാൻ കഴിയും. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എന്താവാം? വീരന്മാരാകാം എന്നങ്ങ് പഠിച്ചു വെക്കുക. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തുലു. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പറഞ്ഞത് ആനി ബസന്റ് ആണ്. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പറഞ്ഞത് ആനി ബസന്റ് ആണ്. പഠിച്ച ഓരോ ആളും അതിന് അവസരം ലഭിക്കാത്ത ഓരോ ആളെ വീതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് മഹാദേവ ഗോവിന്ദ് റാനഡയാണ്. മറക്കരുത്, MG റാനഡയാണ്. പഠിച്ച ഓരോ ആളുകളും അതിന് അവസരം ലഭിക്കാത്ത ഓരോ ആളുകളെ വീതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് ഗോവിന്ദ റാനഡയാണ്, അല്ലെങ്കിൽ MG റാനഡയാണ്. അപ്പൊ മഹാനായ വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലെ. പഠിച്ച ഒരാള് പഠിക്കാത്ത ഒരാളെ കൂടി പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് ആരാണ്? മഹാദേവ ഗോവിന്ദ റാനഡയാണ്. ഓർത്തു വെച്ചിരിക്കുക. താജ്മഹലിനെ കാലത്തിന്റെ കവിളിലെ കണ്ണുനീർ തുള്ളി എന്നും ഇവിടെ ശിലയുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറക്കുന്നു എന്ന് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ പറ്റി വിശേഷിപ്പിച്ച വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ ആണ്. പഠിക്കുക. താജ്മഹലിനെ കാലത്തിന്റെ കവിളിലെ കണ്ണുനീർ തുള്ളി എന്നും ഇവിടെ ശിലകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറക്കുന്നു എന്ന് പറഞ്ഞതും കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ പറ്റി പറഞ്ഞതുമാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. സ്വരാജ്യം എന്റെ മൗലികാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ബാലഗംഗാധര തിലക്. സ്വരാജ് എന്റെ മൗലിക അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ്. പൊതുജനവികാരം അതിന് പാരമ്യത്തിലെത്തുമ്പോൾ പിന്മാറ്റത്തിന് കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിന് കുറഞ്ഞ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. പൊതുജനവികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന് കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. തോക്കും ബോംബുകളും വിപ്ലവം സൃഷ്ടിക്കാറില്ല, വിപ്ലവത്തിന്റെ വാൾ ആശയങ്ങളുടെ ഉരക്കല്ലിൽ മൂർച്ചയേറിക്കപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് ഭഗത് സിംഗ് ആണ്. പഠിച്ചു വെച്ചേക്കുക. തോക്കും ബോംബുകളും വിപ്ലവം സൃഷ്ടിക്കില്ല, വിപ്ലവത്തിന്റെ വാൾ ആശയങ്ങളുടെ ഉരകല്ലിലിട്ട് മൂർച്ചയേറപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ഭഗത് സിംഗ് ആണ്. എന്റെ ശരീരത്തിലേക്കുന്ന ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശവപ്പെട്ടിയിൽ ആണികളായി മാറും. എന്റെ ശരീരത്തിലേക്ക് ഏൽക്കുന്ന ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശവപ്പെട്ടിയിലെ ആണികളായി മാറുമെന്ന് പറഞ്ഞത് ലാലാ ലജ്പത് റായി ആണ്. അപ്പോൾ ലാല എന്ന് പറഞ്ഞുകൊണ്ട് ആണിയടിച്ചത് ആരാണ്? ലാലാ ലജ്പത് റായി ആണ് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്തിൽ ലാല എന്ന് പറഞ്ഞുകൊണ്ട് ശവപ്പെട്ടിയിൽ ആണിയടിച്ചത് ആരാണ്? ലാലാ ലജ്പത് റായി ആണ്. നിങ്ങൾ പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇവയെല്ലാം വ്യക്തമായി പഠിക്കുക. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപവൽക്കരിച്ചത് 1992-ലാണ്. JC ഡാനിയൽ അവാർഡ് ആദ്യമായി നൽകിയ വർഷം 1992-ലാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992-ആണ്. ഒന്നുകൂടി പറയുവാണേ, ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992. പഠിച്ചു വെക്കുക സുഹൃത്തുക്കളെ. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992-ആണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപവൽക്കരിച്ച
രൂപവൽക്കരിക്കപ്പെട്ട വർഷം 1992. JC ഡാനിയൽ അവാർഡ് ആദ്യമായി നൽകിയ വർഷം 1992. JC ഡാനിയൽ അവാർഡ് ആദ്യമായി നൽകിയ വർഷം 1992. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. ഒന്നുകൂടി, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ച വർഷം 1992. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ച വർഷം 1992. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1992. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1992. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപീകരിച്ച വർഷം 1992. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപീകരിച്ച വർഷം 1992. ഇത് പഠിക്കാനായിട്ട് ഒരു ഈസി കോഡ് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരട്ടെ. ഈസി ആയിട്ട് പഠിക്കുക. BS ജവാൻ. ജവാൻ എന്ന് പറയുന്നത് ഞാൻ എഴുതിയിരിക്കുന്ന കണ്ടോ സുഹൃത്തുക്കളെ? ജവാൻ എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. BS ജവാൻ റാപ്പ് പാടി എന്നങ്ങ് പഠിച്ചു വെക്കുക. BS ജവാൻ എന്ത് ചെയ്തു? റാപ്പ് പാടി എന്നങ്ങ് പഠിക്കുക. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ട വർഷം. J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JC ഡാനിയൽ അവാർഡ് ആദ്യമായി നൽകിയ വർഷം. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. അതുപോലെ തന്നെ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ച വർഷം. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷവും എന്നാണ് 1992. അതുപോലെ റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപം കൊണ്ട വർഷം. ഒന്നുകൂടി പറയുവാണ്, BS ജവാന്റെ സ്പെല്ലിംഗ് നോക്കുക. JWN ആണെന്ന് പറഞ്ഞത് ഷോർട്ട് കട്ടിലാണ് എഴുതിയിരിക്കുന്നത്. ജവാൻ റാപ്പ് പാടി എന്നങ്ങ് പഠിക്കുക. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992. S എന്ന് പറഞ്ഞാൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, SC/ST കമ്മീഷൻ ആണ് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. S എന്ന് പറഞ്ഞിട്ട് രൂപവൽക്കരിച്ച വർഷം 1992. JC ഡാനിയൽ അവാർഡ് നൽകപ്പെട്ട വർഷം 1992 അതാണ് J സൂചിപ്പിക്കുന്നത്. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ വുമൻസ് റൈറ്റ്സ് കമ്മീഷൻ രൂപീകരിച്ച വർഷം ചോദിച്ചാൽ 1992. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ച വർഷം 1992. അതുപോലെ തന്നെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷവും 1992 ആണ്. അതുപോലെ റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപീകരിച്ച വർഷം 1992 ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോട്ടയം ജില്ലയെ പറ്റിയാണ്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് കോട്ടയം. ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല കോട്ടയം ജില്ല. 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ചോദിച്ചാൽ കോട്ടയം ജില്ല. അക്ഷരനഗരമെന്നും വെമ്പൊലിനാട് എന്നും അറിയപ്പെട്ടിരുന്നത് കോട്ടയം ജില്ല. അക്ഷരനഗരമെന്നും വെമ്പൊലിനാട് എന്നും അറിയപ്പെട്ടിരുന്ന ജില്ല കോട്ടയം ജില്ല. അർജുന നൃത്തവും മാർഗം കളിയും പ്രചാരത്തിലുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം ജില്ല. മറക്കല്ലേ, അർജുന നൃത്തവും മാർഗം കളിയും പ്രചാരത്തിലുള്ള ജില്ല എന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല കോട്ടയം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ല. ഇന്ത്യയുടെ ചുമർചിത്ര നഗരി എന്നറിയപ്പെടുന്ന ജില്ല കോട്ടയം ജില്ല. ഇന്ത്യയുടെ ചുമർചിത്ര നഗരി എന്നറിയപ്പെടുന്ന ജില്ല കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി നിലവിൽ വന്നത് കോട്ടയം ജില്ല. കേരളത്തിൽ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ആദ്യമായി സ്ഥാപിച്ചത് കോട്ടയം ജില്ലയിലാണ്. കേരളത്തിലെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ആദ്യമായി ആരംഭിച്ചത് കോട്ടയം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി ആകാശ നടപ്പാത നിലവിൽ വന്ന നഗരം കോട്ടയമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ആകാശ നടപ്പാത നിലവിൽ വന്ന നഗരം ചോദിച്ചാൽ അത് കോട്ടയം നഗരമാണ്. മലയാള പത്രപ്രവർത്തനത്തിന്റെ ഈറ്റിലം എന്നറിയപ്പെടുന്നത് കോട്ടയം. മലയാള പത്രപ്രവർത്തനത്തിന്റെ ഈറ്റിലം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചോദിച്ചാലും അത് കോട്ടയമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ചോദിച്ചാലും മുനിസിപ്പാലിറ്റി ചോദിച്ചാലും അത് കോട്ടയമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യത്തെ കിൻഡർ ഗാർഡൻ സ്ഥാപിതമായ നഗരം കോട്ടയമാണ്. ഒന്നുകൂടി പറയുവാണ്, കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ല. ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല കോട്ടയം ജില്ല. അക്ഷര നഗരം എന്നും വെമ്പൊലി നാട് എന്നും അറിയപ്പെട്ടിരുന്ന ജില്ല കോട്ടയം ജില്ല. അർജുന നൃത്തവും മാർഗം കളിയും പ്രചാരത്തിലുള്ള ജില്ല കോട്ടയം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല കോട്ടയം ജില്ല. ഇന്ത്യയുടെ ചുമർചിത്ര നഗരി എന്നറിയപ്പെടുന്ന ജില്ല കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി നിലവിൽ വന്ന ജില്ല കോട്ടയം ജില്ല. കേരളത്തിൽ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ആദ്യമായി സ്ഥാപിതമായത് കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ആകാശ നടപ്പാത നിർമ്മിക്കുന്ന നഗരം കോട്ടയം ജില്ല. മലയാള പത്രപ്രവർത്തനത്തിന്റെ ഈറ്റിലം എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ല. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ഇന്ത്യയിലെ പട്ടണവും മുനിസിപ്പാലിറ്റിയും കോട്ടയമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യത്തെ കിൻഡർ ഗാർഡൻ സ്ഥാപിതമായ നഗരം ചോദിച്ചാൽ
കോട്ടയം ജില്ല. ഇത്രയും കോട്ടയത്തെ പറ്റി PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ളതാണ്. സുഹൃത്തുക്കൾ നന്നായിട്ട് ഈ ഭാഗം പഠിച്ചു വെക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ LGS മാരത്തോൺ ഡേ 11 നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.